നാഗകന്യക 3യുടെ എപ്പിസോഡ് 14ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം റിഹാൻ പാരന്റ്സിനെ ഫോണിൽ വിളിച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് ന്യൂയോർക്കിലേക്ക് പോവുകയാണ്. ആരും എന്നെ അന്വേഷിക്കരുതെന്ന് പറയുകയാണ്. റിഹാൻ കാള് കട്ട് ചെയ്യുന്ന സമയം റിഹാൻ വിശാഖയായി മാറുന്നു. അപ്പോൾ അവിടേക്ക് അരവിന്ദ് വരുന്നു. അരവിന്ദ് അനു ACPയും റാവിയെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയ കാര്യം പറയുകയാണ്. റാവി എന്നെ കണ്ടതാണ്. റാവി അവരോട് ഒന്നും പറയാൻ പാടില്ല. അനുവിന് നാഗറാണിയെ ഡൗട്ട് ഉണ്ട്. അവർ റാവിയുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ് വിശാഖ അവിടെ നിന്നും പോവുകയാണ്. മറുവശത്ത് ബേല പോകാനുള്ള ലഗേജ് പാക്ക് ചെയ്യുന്ന സമയം ബേലയുടെ നെറ്റിയിൽ മുറിവ് കണ്ട് മഹി ബേലയെ കെയർ ചെയ്യുകയും സെന്റിമെന്റായി ഓരോന്ന് പറയാനും ശ്രമിക്കുന്നത് കണ്ട് ബേലയ്ക്ക് ദേഷ്യം വരികയാണ്. ബേല മഹിയോട് എന്നെ കെയർ ചെയ്യുന്നതും എന്നോട് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ഒന്നും പറയാതെ മഹി അവിടെ നിന്നും പോകുന്നു. ബേല ഡ്രസ്സ് എല്ലാം എടുത്ത് ലഗേജിൽ വയ്ക്കുകയാണ്. ഈ സമയം വിശാഖ ഡോക്ടറുടെ വേഷത്തിൽ റാവി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് റാവിയുടെ അടുത്ത് പോകുന്ന വിശാഖ റാവി വെച്ചിരിക്കുന്ന ഓക്സിജൻ മാസ്കിന്റെ ട്യൂബ് കട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. മറുവശത്ത് മഹിയുടെ ഡ്രസ്സ് എല്ലാം എടുത്ത് കൊണ്ടുവന്ന് ബേലയുടെ ലഗേജിൽ വയ്ക്കുകയാണ്. അത് കാണുന്ന ബേല മഹിയുടെ കയ്യിൽ മഹി എടുത്ത് വെച്ച ഡ്രസ്സ് എല്ലാം തിരിച്ചെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഒരുമിച്ചല്ലായിരുന്നു. നമുക്കുള്ളതെല്ലാം സെപ്പറേറ്റ് ബാഗിൽ വരുത്താൽ മതി. നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ആയി തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് ബേല. മഹി മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. ഈ സമയം വിശാഖ ഓക്സിജൻ മാസ്കിന്റെ ട്യൂബ് കട്ട് ചെയ്യാൻ തുടങ്ങുന്നതും അവിടേക്ക് സിസ്റ്ററിന്റെ കൂടെ അനുവും ACPയും വരികയാണ്. അവരെ കാണുന്ന വിശാഖ അവർ രണ്ടുപേരും കാണാതെ പുറത്തേക്ക് പോവുകയാണ്. അനു സിസ്റ്ററിനോട് റാവിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ റാവി കോമയിലാണെന്ന് അറിയുന്ന അവർ രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. ബേലയ്ക്ക് എതിരെ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് വിചാരിച്ചാണ് അനു ഇവിടേക്ക് വന്നത്. റാവിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞ അനു ബേലയ്ക്ക് എതിരെയുള്ള വേറെ എന്തെങ്കിലും തെളിവ് കിട്ടുമെങ്കിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അനു പോകുന്നു. കൂടെ ACPയും പോവുകയാണ്. ഇതെല്ലാം പുറത്തു നിൽക്കുന്ന വിശാഖയെ അറിയുകയാണ്. റാവിയെ കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ അനുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് വിശാഖ. മറുവശത്ത് സൈക്കിളും കുടുംബവും സുമിത്രയുടെ കുടുംബ വീട്ടിലേക്ക് വരികയാണ്. റൂമിൽ വരുന്ന ബേലയും മഹിയും സെപ്പറേറ്റ് കബോർഡിൽ തുണികൾ വെക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തായി ഉറങ്ങാൻ കിടക്കുകയാണ്. കിടക്കുന്ന സമയം മഹി ബേലയോട് കുട്ടിക്കാലത്തെ ആ വീട്ടിൽ വെച്ച് നടന്ന അനുഭവങ്ങളെ കുറിച്ചും മുത്തശ്ശിയെ കുറിച്ചും കുറുമ്പ് കാണിക്കുമ്പോൾ മുത്തശ്ശി ആ റൂമിൽ മഹിയെ പൂട്ടിയിടാറുണ്ടെന്നും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ 18 പണിയും നോക്കിയിട്ടുണ്ടെന്നും ഈ റൂമിൽ ഇരുന്നാൽ കുയിലിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുകയാണ്. അതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയാണ് ബേല. കുറച്ചു കഴിയുമ്പോൾ കുയിലിന്റെ സൗണ്ട് ബേല കേൾക്കുകയാണ്. അത് കേൾക്കുന്ന ബേലയ്ക്ക് മഹി പറഞ്ഞതെല്ലാം വിശ്വാസമാവുകയാണ്. മറുവശത്ത് തറയിൽ വീണ ആദി പഴയതുപോലെ ആവുകയാണ്. ബോധം വരുന്ന ആദി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ഒരാൾ വരികയാണ്. കറുത്ത കോട്ടും മുഖംമൂടിയും തൊപ്പിയും വെച്ച ഒരാൾ. അയാൾ ആദിയുടെ തലയിൽ ഫ്ലവർ വേസ് കൊണ്ട് അടിക്കുകയും ആദിയുടെ ബോധം പോവുകയും ചെയ്യുകയാണ്. അടുത്ത സീനിൽ രാവിലെ അനു ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അനുവിന്റെ റൂമിൽ വിശാഖ വരുന്നു. അനുവിനെ കൊല്ലാൻ തീരുമാനിക്കുന്ന വിശാഖ അനുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അനുവിനെ വിശാഖ കൊല്ലാൻ ശ്രമിക്കുന്ന സമയം വിശാഖ പുറത്തു നിന്ന് ഒരു പ്രത്യേക സൗണ്ട് കേട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ശേഷം ആ സൗണ്ട് കേട്ട ഉടൻ തന്നെ വിശാഖ നാഗമായി മാറി അവിടെ നിന്നും വിൻഡോ വഴി പുറത്തേക്ക് പോവുകയാണ്. മറുവശത്ത് ഉറക്കെഴുന്നേൽക്കുന്ന ബേലയ്ക്കും ആ സൗണ്ട് കേൾക്കുന്നു. ബേല ആ കാര്യം മഹിയോട് പറയുമ്പോൾ മഹി ഒരു സൗണ്ടും കേട്ടില്ല. ചിലപ്പോൾ ഇന്നലെ കേട്ട കുയിലിന്റെ സൗണ്ട് ആയിരിക്കും എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേട്ട് ബേലയ്ക്ക് ഇറിറ്റേറ്റ് ആവുന്നത് പോലെ തോന്നുകയാണ്. ദേഷ്യം വരുന്ന ബേല മഹിയോട് നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാലും അത് സ്നേഹത്തോടെ അല്ല എന്നും എനിക്ക് ഒന്നും ഷെയർ ചെയ്യാൻ നിങ്ങളോട് താല്പര്യമില്ല എന്നും എനിക്ക് നിങ്ങളിൽ നിന്ന് ദൂരേക്ക് പോകാനാണ് ഇഷ്ടമെന്നും ഈ റൂമിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്നതും അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് ബേല അവിടെ നിന്ന് പോവുകയാണ്. അത് കേട്ട് മഹി ബേല പോകുന്നത് നോക്കി വിഷമിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് അരവിന്ദും മറ്റു നാഗങ്ങളും അതേ സൗണ്ട് കേൾക്കുകയും അവർ എല്ലാവരും നാഗങ്ങളായി മാറി അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ RJയുടെ മൂവിയുടെ പ്രിവ്യൂവിന്റെ ഫംഗ്ഷൻ നടക്കുന്നതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം മഹി ബേലയോട് ബേലയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളൂ. ഞാൻ കാരണം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇന്നു മുതൽ സ്റ്റഡി റൂമിൽ താമസിക്കാമെന്ന് പറഞ്ഞ് മഹി പോകാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് സുമിത്ര വരുന്നു. സുമിത്ര വൈകിട്ടത്തെ ഫംഗ്ഷനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് വന്നതെന്ന് പറയുകയാണ്. മഹി സുമിത്രയോട് അവിടെ നടന്ന കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ബേല ടോപ്പിക്ക് മാറ്റുകയാണ്. മഹി മടിയനായതുകൊണ്ടാണ് ബാഗ് അൺപാക്ക് ചെയ്യാത്തത്. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതാണെന്നൊക്കെ പറയുകയാണ് ബേല. അത് കേൾക്കുന്ന സുമിത്ര
ഈ മടിയനെ ബേല ഹെൽപ്പ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് സുമിത്ര അവരെ കളിയാക്കിയിട്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ്. സുമിത്ര പോയതിനു ശേഷം മഹി ബേലയോട് അമ്മയോട് എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അമ്മയെ ഹേർട്ട് ചെയ്യുന്നതൊന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞ് ബേല മഹി പോകാതെ മഹിയെ തടഞ്ഞു നിർത്തുകയാണ്. മറുവശത്ത് ആദിക്ക് ബോധം വരികയാണ്. കണ്ണു തുറക്കുന്ന ആദി റൂമിന്റെ പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ നിന്ന് എല്ലാവരും പോയത് ആദി അറിഞ്ഞിട്ടില്ല. ആദി എല്ലാവരെയും പേര് പറഞ്ഞ് വിളിക്കുകയാണ്. ആരെയും കാണാത്തതിൽ വിഷമിച്ച് നിൽക്കുന്ന ആദിക്ക് അവിടെ നിന്ന് ഒരു ഫോൺ കിട്ടുന്നു. ആ ഫോണിൽ കൂടി സൈകളിനെയും മഹിയെയും വിളിച്ചിട്ട് കാൾ കിട്ടാത്തത് കൊണ്ട് ആദി ബുൾട്ടുവിനെ വിളിക്കുകയാണ്. ആദിയുടെ കാൾ കണ്ട ഉടൻ ബുൾട്ടു ആർജെയുടെ പ്രീമിയറിന്റെ കാര്യവും പ്രീമിയറിന്റെ ഫംഗ്ഷൻ നടക്കുന്നത് എവിടെയാണെന്നും പറയുകയാണ്. ശേഷം ആദി ബേലയെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ കാള് കട്ടാകുന്നു. ഈ സമയം ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറുന്ന ബേലയുടെ അടുത്ത് വരുന്ന ഡ്രൈവർ മഹി കേൾക്കാതെ ബേലയോട് അറിയിപ്പ് കിട്ടിയിട്ടും നാഗറാണി വരാത്തത് എന്താണെന്ന് ചോദിച്ചിട്ട് അയാൾ നാഗമായി മാറി അവിടെ നിന്ന് പോകുന്നു. ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ് ബേല. അടുത്ത സീനിൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് സൈക്കിളും ഫാമിലിയിലെ എല്ലാവരും വരികയാണ്. അവിടെ ഫോട്ടോ എടുക്കാൻ വരുന്ന ഒരാൾ ബേലയോട് അറിയിപ്പ് കിട്ടിയിട്ടും നാഗറാണി വരാത്തത് എന്താണെന്ന് ചോദിച്ചിട്ട് അയാൾ നാഗമായി മാറി അവിടെ നിന്ന് പോകുന്നു. ബേലയ്ക്ക് ഇതെല്ലാം ബേലയുടെ തോന്നലായാണ് വിചാരിച്ച് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ബേല. അപ്പോൾ ബേലയുടെ അടുത്ത് വിശാഖ വരുന്നു. വിശാഖ ബേലയോട് വ്യത്യസ്തമായ ഒരു സൗണ്ട് കേട്ടില്ലേ എന്നും അറിയിപ്പ് കിട്ടിയിട്ട് നാഗറാണി പഴയ പാലസിലേക്ക് വരാത്തത് എന്താണെന്നും ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല കുറച്ചു പേര് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതാണ്, ഞാൻ വിചാരിച്ചു ഇതെല്ലാം എന്റെ തോന്നലാണെന്ന്, അതുകൊണ്ട് ഞാൻ അത് കാര്യമാക്കിയില്ല എന്നൊക്കെ പറയുകയാണ് ബേല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാരണമുണ്ടാക്കി ഇവിടെ നിന്ന് പാലസിലേക്ക് വരണമെന്ന് പറയുകയാണ് വിശാഖ. ശേഷം അവിടെ ആർജെയുടെ മൂവിയുടെ പ്രൊഡ്യൂസറായ സൈകളിനെയും ഫാമിലിയെയും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരെയും ആർജെ മീഡിയക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. തുടർന്ന് ആർജെയുടെ മൂവിയുടെ പ്രീമിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ലൈറ്റ്സ് ഓഫ് ചെയ്യുകയാണ്. ഈ സമയം നോക്കി ബേല അവിടെ നിന്നും പോകുന്നു. പുറത്തു വരുന്ന ബേലയുടെ മുന്നിൽ കുറച്ചു പേർ വരികയാണ്. അവരോട് വഴി കാണിച്ചു തരാൻ ബേല പറയുമ്പോൾ അവരെല്ലാവരും നാഗങ്ങളായി മാറി അവിടെ നിന്ന് പോകുന്നു. ബേല ആ നാഗങ്ങളുടെ പുറകെ പോകുന്നു. അടുത്ത സീനിൽ നാഗറാണിയായി ബേല പഴയ പാലസിൽ വരികയാണ്. അവിടെ നാഗഗുരു പൂജ ചെയ്യുകയാണ്. നാഗഗുരു ബേലയോട് നാഗലോകത്തിനും ശേഷവംശത്തിനും ഒരു ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് നാഗഗുരു മാന്ത്രിക വിദ്യയിലൂടെ ബേലയ്ക്ക് ആരോ നാഗമാണിക്യം മോഷ്ടിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ഷോക്കിൽ നിൽക്കുകയാണ് ബേല. ബേലയോട് നാഗഗുരു 1000 വർഷങ്ങളായി ലക്ഷക്കണക്കിന് നാഗങ്ങൾ കാവലിരുന്ന നാഗമാണിക്യമാണ് ആരും അറിയാതെ എടുത്തുകൊണ്ട് പോയത്. എങ്ങനെയാണെന്ന് ഒന്നും ആർക്കും അറിയില്ല. വർഷങ്ങളായി തക്ഷകരും ഭൂതങ്ങളും പിശാചുക്കളും മനുഷ്യരും രക്ഷസുകളും എല്ലാവരും നാഗമാണിക്യത്തിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചവരാണ്. ആരെയാണ് നമ്മൾ സംശയിക്കേണ്ടത് എന്നൊക്കെ പറയുകയാണ് നാഗഗുരു. ഇതെല്ലാം കേൾക്കുന്ന ബേലയ്ക്ക് കുട്ടിക്കാലത്തെ ഒരു സംഭവം ഓർമ്മ വരികയാണ്. ബേല കുട്ടിയായിരുന്നപ്പോൾ നാഗറാണിയായ അമ്മ നാഗമാണിക്യം മോഷ്ടിക്കാൻ വന്നവരിൽ നിന്ന് നാഗമാണിക്യം സംരക്ഷിച്ചതും നാഗമാണിക്യം സംരക്ഷിക്കുക എന്നതാണ് നമ്മൾ ശേഷവംശത്തിലുള്ള നാഗറാണിയുടെ ധർമ്മമെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മ വരികയാണ്. ഇതെല്ലാം ഓർമ്മ വരുന്ന ബേല നാഗമാണിക്യം കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന നാഗഗുരു നാഗറാണിക്ക് കുറച്ചുകൂടി ശക്തികൾ കിട്ടാനുള്ള പൂജ ചെയ്യുകയാണ്. പൂജ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് കുറച്ച് നാഗങ്ങൾ വരികയാണ്. നാഗങ്ങളെല്ലാം ബേലയുടെ ശരീരത്തിൽ ചുറ്റുകയും അവരെല്ലാവരും ബേലയെ കൊത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ബേലയ്ക്ക് പുതിയൊരു ശക്തി കൂടി മഹാദേവനിൽ നിന്ന് കിട്ടുകയാണ്. ശേഷം നാഗങ്ങളെല്ലാം അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് നാഗഗുരു ബേലയോട് നാഗറാണിയുടെ ശരീരത്തിൽ ഇപ്പോൾ ഏറ്റവും കഠിനമായ വിഷമാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ നാഗറാണിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയം ആരും നാഗറാണിയെ തൊടാൻ പാടില്ല. നാഗറാണിയെ തൊട്ടാൽ അയാൾ തക്ഷണം മരിക്കും. ഒരാൾക്ക് മാത്രം ആ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, അത് നാഗറാണിയുടെ ജീവിത പങ്കാളിയാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ബേല വിക്രാന്തിനെ ഓർമ്മിക്കുകയാണ്. ശേഷം ബേല അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് പ്രീമിയർ കഴിഞ്ഞ് ലൈറ്റ് ഓൺ ആവുകയാണ്. ആർജെയോട് എല്ലാവരും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ഈ സമയം ബേല അവിടെ ഇല്ല എന്ന് എല്ലാവരും അറിയുകയാണ്. എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ബേല തലവേദന ഉള്ളത് കൊണ്ട് ക്ലിനിക്കിലേക്ക് ടാക്സി വിളിച്ചു പോകുന്നത് കണ്ടു എന്ന് പറയുകയാണ്. ഈ സമയം നാഗഗുരു ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയാണ്. അവരുടെ അടുത്ത് പോകുന്ന നാഗഗുരു റൂഹി ഒരിക്കലും റൂഹിയുടെ അമ്മ ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ ഫേസ് കാണിക്കുകയാണ്. അത് ബേലയുടെ അമ്മയാണ്. മറുവശത്ത് ബേല
ബേല വിശാഖയോട് നാഗമാണിക്യം നഷ്ടപ്പെട്ട കാര്യം പറയുകയാണ്. എന്നിട്ട് നാഗമാണിക്യം സംരക്ഷിക്കാനുള്ള അർഹത എനിക്കില്ല, എനിക്കൊരു നാഗറാണി ആകാനുള്ള അറിവൊന്നുമില്ല, നാഗഗുരു തന്ന സൂചന പോലും എനിക്ക് മനസ്സിലായില്ല, 24 മണിക്കൂറിനകം നാഗമാണിക്യം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചു നിൽക്കുകയാണ് ബേല. അത് കേൾക്കുന്ന വിശാഖ, നാഗറാണിക്ക് നാഗമാണിക്യം കണ്ടുപിടിക്കാൻ കഴിയും, നാഗറാണിയുടെ അമ്മയെ പോലെ തന്നെ ശേഷനാഗവംശം നാഗറാണി ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ് ബേലയ്ക്ക് വിശാഖ ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ആ സമയം അവിടേക്ക് മഹിയും ഫാമിലിയും വരുന്നത് കാണുന്ന വിശാഖ നാഗമായി മാറി അവിടെ നിന്നും പോകുന്നു. ബേലയെ കാണുന്ന മഹിയും സുമിത്രയും ബേലയോട് സുഖമില്ലെങ്കിൽ ഞങ്ങളോട് പറയണ്ടേ, ഒറ്റയ്ക്ക് ടാക്സി വിളിച്ച് ക്ലിനിക്കിൽ പോയത് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്ത് പറയണമെന്ന് അറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ബേല. അപ്പോൾ അവിടേക്ക് അനു വരുന്നു. അനു ബേലയോട് എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഞാനാണ് ബേലയെ പറഞ്ഞു വിട്ടതെന്നും ബേലയെ എന്റെ ഫ്രണ്ട് നന്നായി ട്രീറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേലയ്ക്ക് ഇതെല്ലാം അനുവിന്റെ ട്രാപ്പാണെന്ന് മനസ്സിലാവുകയാണ്. ആ കാര്യം മനസ്സിലാക്കുന്ന ബേല അനു പറഞ്ഞത് സമ്മതിക്കുകയാണ്. ചെറുതായി ക്ഷീണവും തലകറക്കവും തോന്നിയത് കൊണ്ട് പോയതാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ ഓക്കെ ആവുമെന്ന് പറഞ്ഞ് ബേല അവിടെ നിന്ന് പോകുന്നു. ശേഷം എല്ലാവരും അവിടെ നിന്ന് പോകുന്ന വഴി അനു സുമിത്ര കാണാൻ വേണ്ടി അനുവിന്റെ ഫ്രണ്ടിന്റെ വിസിറ്റിംഗ് കാർഡ് മനഃപൂർവ്വം തറയിലിടുകയാണ്. അത് കാണുന്ന സുമിത്ര കാർഡ് നോക്കുമ്പോൾ അനു സുമിത്രയോട് ഈ ഡോക്ടറെ കാണാനാണ് ബേല പോയതെന്ന് പറയുകയാണ്. സുമിത്ര കാർഡിൽ നോക്കുമ്പോൾ അത് ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അത് കണ്ട് ആലോചിച്ച് നിൽക്കുകയാണ് സുമിത്ര. ഇതെല്ലാം അനുവിന്റെ പ്ലാനാണ്. ബേലയെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ബേല പറഞ്ഞതെല്ലാം കള്ളമാണെന്ന്, ബേല നാഗമാണെന്ന് തെളിയിക്കാമെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനു. ശേഷം റെസ്റ്റ് എടുക്കുന്ന ബേലയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന മഹിയെ ബേല ഓരോന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. ആ സമയം അവിടെ നാഗഗുരു വരുന്നു. നാഗഗുരു ബേലയോട് വിവാഹം കഴിഞ്ഞതുകൊണ്ട് നാഗറാണിക്ക് എന്ത് ചെയ്യണമെങ്കിലും ഹസ്ബൻഡിന്റെ സാന്നിധ്യം വേണം, നാഗമാണിക്യം കണ്ടുപിടിക്കാനുള്ള യാത്രയിൽ ജീവിത പങ്കാളിയെ കൂടെ കൂട്ടുന്നത് നല്ല കാര്യമാണ്, നാഗമാണിക്യത്തിലേക്കുള്ള വഴിയാണ് നാഗറാണിയുടെ ഹസ്ബൻഡ്, നാഗറാണിയുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയും ഇയാളാണ്, ഇയാൾ സന്തോഷത്തോടെ ഇരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെന്ന് പറയുകയാണ്. അത് കേട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ബേല. ബേലയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നാഗഗുരു. ശേഷം നാഗഗുരു അവിടെ നിന്ന് പോകുന്നു. ബേല ആലോചിച്ച് നിൽക്കുകയാണ്. അനുവിന്റെ പ്ലാൻ നടക്കുമോ എന്നറിയാനും മഹിയെ ബേലയ്ക്ക് കൊല്ലാൻ കഴിയുമോ എന്നറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്